റാംബോ സ്റ്റോറി എന്താന്ന് പറയാം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ആരുമില്ല. ഞാനെന്ന് പറഞ്ഞാൽ എൻ്റെ റിയാദിൻ്റെ പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ ഞാനെന്ന് പറഞ്ഞാൽ 65 എന്നെ എടുത്ത് വളർത്തിയത് എടുത്ത് വളർത്തിയതാണ്. ഞാൻ അറിയുന്നത് എൻ്റെ ഒരു 24ാമത്തെ വയസ്സ് 24 23 വയസ്സായ സമയത്താണ് ഞാൻ അറിയുന്നത്. കൊച്ചിലൂടെ മുമ്പേ അതിലൂടെ അതിനനുസരിച്ച് വളർന്നു വരായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നെ ഒരു ആ ഒരു സമയത്ത് അതിനടുത്തേക്ക് അത്രയും നമ്മൾ അച്ഛൻ അമ്മ വീട്ടുകാർ എല്ലാവരും വെച്ചുകൊണ്ട് പെട്ടെന്നൊരു സിറ്റുവേഷനിൽ അവർ നമ്മളെ ആരും അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ഡിസ്കഷൻ സ്റ്റേജിലുണ്ടായിരുന്നു. എല്ലാവരും നോട്ടും ഒരുമാതിരി കളിയാക്കളും പോയാലുണ്ടായിരുന്നു. അങ്ങനെ 6 മാസം ഞാൻ കൊഴുത്തൂര് വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ ടാക്സി ഓടിച്ച് വാടകയ്ക്ക് ഒരു ടാക്സി അവരെ കോളേജിൽ ടാക്സി റെല്ലിനെടുത്ത് അത് ഓടിച്ച് രാത്രി വീണ്ടും അതിൽ തന്നെ കിടന്നു. അങ്ങനെ ഒരു 6 മാസം പോയി. മാക്സിമം പോയി പിടിച്ചിരുന്നു. ഇതിന്റെ പറ്റാത്തൊരു സിറ്റുവേഷൻ പറഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ബസ്സിലേക്ക് ഇവിടെ എത്തി പോകുന്നത്. ഞങ്ങൾ ബസ് വന്ന സമയത്ത് ഞാൻ ഒരു ജോഡി ബസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ എനിക്ക് അങ്ങനെ വേറെ പൈസ ഒന്നുമില്ല. ഞാൻ വന്ന സമയത്ത് ഒരു ജോഡി ഒരു പാൻറ് ഒരു ഷർട്ട് ആ ഇതിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എൻ്റെ ഒരു ടീഷർട്ട് ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അളവളത്ത് ഞാൻ ഒരു കാര്യട്ടെ മുതൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാണ് ഈ തൊപ്പിന് മനുഷ്യൻ നിഹാദിന് നമ്മൾ എന്തൊക്കെ ആ ഒരു വീഡിയോ നമ്മൾ എന്തൊക്കെ കളിയാക്കി വരണത്. മുതൽ ഇവിടെ വന്ന് ഈ എംബാസിഡർ ഗ്യാങ്ങിൽ വന്നിട്ടുള്ള ഓരോ ആൾക്കാർക്കും ഓരോ അവസ്ഥയായിട്ടാണ് ഇതൊക്കെ കാര്യം ഞാൻ പറയാം. എൻ്റെ റാംബോന്റെ ലെഗ്സ് വരുന്നുണ്ടോ ഒരു ജോഡി ഡ്രസ്സും കൊണ്ട് വന്നാലാണ് റാംബോ. ഇപ്പൊ റാംബോനെ തൊപ്പി എങ്ങനെ നോക്കണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ. അളവത്ത് ഞാൻ ഒരു കാര്യം പറയട്ടോ, ഒരു നല്ല മനുഷ്യനാണ് തൊപ്പി. നമ്മ അറിയാതെ നമ്മ എന്തൊക്കെയോ തൊപ്പിനെ പറഞ്ഞിട്ടുണ്ട്. അത് കാര്യം ഇത്രയും നല്ല മനുഷ്യനാണെന്ന് തൊപ്പിന്ന് ഇപ്പോഴത്തെ കാര്യം മനസ്സിലാക്കുക. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരൊറ്റ ആളെന്നാണ് നമ്മൾ ഈ ഹാദിക.